ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിന് നന്നായിട്ട് കളർ എടുക്കണം. ആദ്യത്തിന് ഞാൻ ഔട്ട്ലൈനും പിക്ചേഴ്സൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേസ് ചെയ്തിട്ട് സ്കെച്ച് എടുത്തിട്ടും പിക്ചർ വരക്കാം. ഇനി നമുക്കിതിന് കളർ കൊടുക്കാം. ആദ്യം നമുക്ക് ഐസ്ക്രീമിന് കൊടുത്തു തുടങ്ങാം. ഇവിടെ തന്നെ കാപ്പി കളർ ഞാൻ കുറച്ചൊക്കെ കൊടുത്തു തുടങ്ങിയിട്ട് വീഡിയോക്ക് ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് വരച്ചതും ഔട്ട്ലൈനും ഇതൊക്കെ പിക്ചർ വരച്ചതൊക്കെ അതുകൊണ്ടാണ് കേട്ടോ. ക്രീം വൈറ്റ് ക്രീം തന്നെയാണ്. ഇനി ഇതിന്മേൽ കുറച്ച് പണിയുണ്ട് കേട്ടോ, കുറച്ച് ഡെക്കറേഷൻസ്. ഇങ്ങനെ ഓരോ കളർ എടുത്തിട്ട് അതിന്മേൽ ഇങ്ങനെ സ്പ്രിങ്കിൾസ് പോലെ ഇട്ടെടുക്കുന്നുണ്ട്. 2 കളറ് മതി കേട്ടോ, അല്ലെങ്കിൽ ഓവറാവും. പിന്നെ ഇത് നമുക്ക് ആദ്യം കാപ്പി അതിന് മേലെ കൂട്ടും. ഇത് കുറച്ച് ലൈറ്റിലിക്കട്ടെ. നമ്മൾ ഐസ്ക്രീം റെഡിയായി. ഈ പൂമ്പാറ്റക്ക് കൊടുക്കണം. നമ്മൾ ഓറഞ്ച് യെല്ലോ തീമിലാണ് വിചാരിച്ചിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഈ പൂമ്പാറ്റൻ്റെ ഇവിടേക്ക് ഒന്ന് ഓറഞ്ച് കൊടുത്ത് ഫില്ല് ചെയ്യട്ടോ. ഇനി നമുക്ക് ഈ ഓറഞ്ച് ഫില്ല് ചെയ്തിട്ടേ കാണാം. ഇനി ഈ ഓറഞ്ച് മഞ്ഞ് ഫില്ല് ചെയ്തിട്ട് പൂമ്പാറ്റൻ്റെ ഇനി നമുക്ക് ഈ ടുലിപ്സിൻ്റെ പിങ്ക് ഒന്ന് കൊടുക്കട്ടോ. ഇനി നമുക്ക് പച്ച കൊടുക്കണം കേട്ടോ തണ്ടിന്. അങ്ങനെ നമ്മൾ തുലിപ്സിനും കളർ കൊടുത്തു. ഇനി ചെറിക്കാണ് കേട്ടോ. ചെറിൻ്റെ നടുവിൽ നമുക്ക് ചുവപ്പെടുത്ത് കൊടുക്കാം. ഇനി ചിലത് ക്രയോൺസ് ആയിട്ടും ചിലത് സ്കെച്ച് ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. നമ്മൾ പച്ചയും കൊടുത്തിട്ടുണ്ട്. അത് ക്രയോണാണ്. ഇനി ഞാൻ ക്രയോണിൻ്റെ മേലെ കൂടെ സ്കെച്ച് ഇട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു ഫിനിഷിങ് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ മുന്തിരി കൊടുക്കാം. മുന്തിരിൻ്റെ ലീഫിന് കൊടുക്കാം. ഈ ലീഫ് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇവിടെ നമുക്ക് ഈ ഒരു ഇളം പച്ചയിട്ട് കൊടുക്കുന്നത്. നടുവിൽ വേറെ പച്ചയും കൊടുക്കാം. കടുംപച്ച പോലത്തെ പച്ചല്ലേ, പോലത്തെ അല്ല, കടുംപച്ച തന്നെ. അത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ടെഡി ബിയറിന് കൊടുക്കണം. അതിന് കാപ്പി ഉണ്ട്.
ക്രിസ്മസ് വൈബിലാണ് തോന്നുന്നു. നമ്മളുടെ ഇത് ഫുള്ളാക്കി ഈ ഒരു മനുഷ്യൻ കളറും ടെഡി ഫുള്ളാക്കി. ഈ ഒരു ടെഡിൻ്റെ തല കണ്ടിട്ട് ഇവിടെ അത് ഫുള്ളാക്കട്ടെ. നമ്മൾ ടെഡി ബിയറിൻ്റെ തല കൊടുത്തു. ന്യൂട്ടിൻ്റെ ഫേസും തലയൊക്കെ ഒന്ന് കൊടുക്കണം. ഹെയറിന് മഞ്ഞയിട്ട് കൊടുക്കുന്ന കുട്ടീൻ്റെ. മഞ്ഞ കൊടുത്തിട്ടുണ്ട്. ഈ ചുവപ്പാണ് ഈ നെക്കിൻ്റെ ഇവിടെ വരുന്നത്. നെക്കിൻ്റെ ഇവിടെയൊക്കെ ചുവപ്പുണ്ട്. പിന്നെ ഇതെങ്ങനെ തന്നെ വരുന്നത് കേട്ടോ. അതിനിവിടെ ഒന്നും എന്ത് കൊടുക്കുന്നില്ല. ഇവിടെ ഞാൻ വേറെ ഡിസൈനാണ് വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ വേറെ ഡിസൈനാണ് കൊടുക്കുന്നത്. നമുക്കതിന് ക്രീം വൈറ്റ് തന്നെ മതിയെന്നുണ്ട് എൻ്റെ ഒരു മൈൻഡിൽ. വേറെ കൊടുത്താലോ എന്നുണ്ട് മൈൻഡിൽ. പിന്നെ ഒന്ന് നോക്കിയില്ല, ലൈറ്റ് ബ്ലൂ വെക്കാം. ലൈറ്റ് ബ്ലൂ കൊടുത്തു. അങ്ങനെ നമ്മളൊക്കെ കളർ കൊടുത്തു ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്യുകയാണ് കത്രിക. ഇത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് ഞാനൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഇതൊരു കപ്പ് കേക്ക്, ഇത് ഐസ്ക്രീമിൻ്റെ, ഇത് ടുലിപ്സ്, ഇത് ചെറി, പിന്നെ ടെഡി ബിയർ, കുട്ടീൻ്റെ, പിന്നെ ഒരു ടെഡീൻ്റെ തല, പിന്നെ പൂമ്പാറ്റ. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിക്കറാക്കണം. സ്റ്റിക്കറാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഇപ്പോൾ ഒരു സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഇവിടെ തന്നെ പശ തേച്ച് കൊടുക്കും. എന്നിട്ട് ഇത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ. എല്ലാറ്റിൻ്റെ ബാക്കിൽ പശ ഒട്ടിച്ചതിൻ്റെ ശേഷം ഉണങ്ങാൻ വെക്കട്ടോ. എന്നിട്ട് നമുക്ക് എടുത്ത് വെക്കാം. നമുക്ക് ഇനി ആവശ്യം വരുമ്പോൾ അതിൻ്റെ ബാക്കിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ഇപ്പോൾ ലൈറ്റിൻ്റെ ബാക്കിലാക്കുകയാണ്. നമുക്ക് ആവശ്യം വരുമ്പോൾ അതിൻ്റെ ബാക്കിലാണ്ട് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഇരിക്കരുത്, കുറച്ചൊന്ന് ഇതാക്കിയാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ പേപ്പർ ചെയ്തിപ്പോൾ. അപ്പോൾ ഗൈസ് ഞാൻ എല്ലായിടത്തും പശ തേച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഉണങ്ങിയിട്ട് നമുക്ക് എടുത്ത് വെക്കാം. നമുക്ക് ആവശ്യമുള്ള ടൈമിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ബോക്സ് പിന്നെയാണ് രസമുണ്ടെങ്കിൽ